പ്രധാനമന്ത്രിയാകാൻ എല്ലാം ഒത്തുവന്നിട്ടും സോണിയാഗാന്ധി അതിന് തയ്യാറായില്ല. പ്രണബ് മുഖർജി സ്വപ്നം കണ്ടിരുന്ന കസേരയിലേക്ക് വൻ ട്വിസ്റ്റോടെ സോണിയ കൊണ്ടുവന്നത് മൻമോഹൻ സിംഗിനെ. എന്തുകൊണ്ട് പ്രണബിനെ സോണിയ തഴഞ്ഞു? എന്തുകൊണ്ടാണ് 10 വർഷം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലിരുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രപുരുഷനായി അറിയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ചത് സോണിയാഗാന്ധിയാണ്. സഖ്യകക്ഷി രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ചതും സോണിയാഗാന്ധി തന്നെ. 2004 പൊതു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് കോൺഗ്രസിന് ഭരിക്കാൻ അവസരമൊരുക്കിയാണ്. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പൊതു അജണ്ടയ്ക്ക് കീഴിൽ അണിനിരന്ന UPA സഖ്യകക്ഷികൾക്കോ പുറമേ നിന്ന് പിന്തുണയ്ക്കാൻ തീരുമാനിച്ച ഇടത് പാർട്ടികൾക്കോ സോണിയ പ്രധാനമന്ത്രിയാവുന്നതിൽ എതിർപ്പില്ലായിരുന്നു. എന്നിട്ടും സോണിയ പ്രധാനമന്ത്രിയായില്ല. അതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ വൻ ട്വിസ്റ്റ്. സോണിയക്കെതിരെ എങ്ങും മുറവിളികൾ ഉയർന്നു. വിദേശിയായ സോണിയ പ്രധാനമന്ത്രിയായാൽ തല മുണ്ടനം ചെയ്ത് കമണ്ഡലവുമായി സന്യസിക്കാൻ പോകുമെന്ന് BJP നേതാവ് സുഷമ സ്വരാജ് ഭീഷണി മുഴക്കി. താൻ പ്രധാനമന്ത്രിയായാൽ സംഘപരിവാറും BJPയും അത് രാഷ്ട്രീയ ആയുധമാക്കും. പ്രധാനമന്ത്രി കസേരയിലിരുന്നാൽ അതിൽ നിന്ന് ഇറങ്ങുന്നതുവരെ അധികാരം തനിക്ക് മുൾക്കിരീടമായിരിക്കുമെന്ന് സോണിയ തിരിച്ചറിഞ്ഞു. അതിനൊപ്പം മറ്റൊന്നുകൂടിയുണ്ടായിരുന്നു. സഖ്യകക്ഷി ഭരണത്തിന് നേതൃത്വം നൽകിയാൽ സഖ്യകക്ഷി സമ്മർദ്ദങ്ങളോട് നിരന്തരം ഏറ്റുമുട്ടേണ്ട സ്ഥിതി സോണിയയ്ക്ക് ഉണ്ടാകും. ഇതെല്ലാം പരിഗണിച്ചായിരുന്നു സോണിയയുടെ പിന്മാറ്റം. അനുനയ ശ്രമങ്ങൾക്ക് നെഹ്റു കുടുംബം വഴങ്ങിയില്ല. രേണുക ചൗധരി മുതൽ നിരവധി വനിതാംഗങ്ങൾ പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ചു. പക്ഷേ അതിനൊക്കെ മുമ്പേ തന്നെ തനിക്ക് പറ്റിയ പകരക്കാരനെ സോണിയ കണ്ടെത്തിയിരുന്നു. കോൺഗ്രസിന്റെ ബുദ്ധി കേന്ദ്രമെന്ന് വിശേഷിക്കപ്പെട്ട പ്രണബ് മുഖർജിക്ക് എല്ലാവരും വലിയ സാധ്യത കണ്ടിരുന്നു. നേരത്തെയും പ്രണബ് മുഖർജി പ്രധാനമന്ത്രിയാകാൻ കുപ്പായം തുന്നിയിരുന്നു. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ തൊട്ടുടനെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് താനായിരിക്കുമെന്ന് മുഖർജി പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇന്ദിരയുടെ മക്കൾക്ക് വേണ്ടിയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നത്. രാജീവ് ഗാന്ധി അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരക്കാരനായി പൊടുന്നനെ കടന്നു വന്നു. പ്രണബ് മുഖർജി തിരശീലയുടെ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്ന് പുതിയ നേതാവിനെ വഴിയൊരുക്കി. അതുകൊണ്ട് തന്നെ സോണിയ പ്രധാനമന്ത്രിയാകാനില്ലാത്ത പുതിയ സാഹചര്യങ്ങളിലും പ്രണബ് കൊതിച്ചു. എന്നാൽ സോണിയ കൈപിടിച്ചു കൊണ്ടുവന്നത് മൻമോഹൻ സിംഗിനെയായിരുന്നു. സോണിയയുടെയും നെഹ്റു കുടുംബത്തിന്റെയും ആഗ്രഹം കൈയടിച്ചു പാസാക്കുന്ന പതിവ് ജോലി മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് ഉണ്ടായിരുന്നത്. പഞ്ചാബ് ഭീകരതയുടെ കാലം മുതൽ കോൺഗ്രസിനോട് ക്ഷമിക്കാൻ മടിച്ച സിഖ് സമൂഹത്തിൽ നിന്നൊരു പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് സോണിയ പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത്. രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ അഹങ്കാരവും തലക്കനവുമുള്ള മുഖർജി നെഹ്റു കുടുംബത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കോ ആജ്ഞകൾക്കോ മുന്നിൽ കാലക്രമേണ ധിക്കാരം പുറത്തെടുത്തുവെന്ന് വന്നേക്കാം. എന്നാൽ മൻമോഹൻ സിംഗ് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനാണ്. നരസിംഹറാവുവിന്റെയും സീതാറാം കേസരിയുടെയും ഒക്കെ ഓരോരോ പോക്കുകൾ നെഹ്റു കുടുംബാംഗങ്ങളെ പ്രയാസത്തിലാക്കിയിരുന്നുവെന്ന ചരിത്രം കൂടി പ്രണബ് മുഖർജിക്കെതിരാക്കി കാര്യങ്ങൾ. നെഹ്റു കുടുംബം തന്നിലർപ്പിച്ച വിശ്വാസം ഒരിക്കൽ പോലും മൻമോഹൻ മറികടന്നില്ല. അത് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പും ശേഷവുമുള്ള ചരിത്രം. റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന് വേണ്ടി പ്രണബ് മുഖർജി കൈപിടിച്ചു കൊണ്ടുവന്ന മൻമോഹൻ സിംഗ് അങ്ങനെ മുഖർജിയെ തന്നെ കടത്തിവെട്ടി പ്രധാനമന്ത്രി കസേരയിലിരുന്നു. മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയും ധനമന്ത്രിയുമായി ഭരണകാര്യങ്ങളിൽ പ്രണബ് മുഖർജി നിർണായക റോൾ വഹിച്ചു. മുഖർജിയോടുള്ള ബഹുമാനത്തിൽ മൻമോഹൻ ഒരിക്കലും ഒരു കുറവും വരുത്തിയില്ല. സോണിയയുടെയും മൻമോഹൻ സിംഗിന്റെയും കൈത്താങ്ങിൽ മുഖർജി പ്രഥമ പൗരനായി രാഷ്ട്രപതി ഭവനിലേക്ക് കടന്നെത്തിയത് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വഴിത്തിരിവ്. കോൺഗ്രസിനേക്കാൾ സഖ്യകക്ഷികൾക്കും ഇടത് പാർട്ടികൾക്കുമാണ് മൻമോഹൻ സിംഗിന്റെ കടന്നുവരവ് അവിചാരിതമായത്. ആകസ്മികമായി കടന്നുവന്ന പ്രധാനമന്ത്രിയെ UPA സഖ്യകക്ഷികൾക്കപ്പുറം ഭരണസഖ്യത്തിന്റെ പുറം പിന്തുണക്കാരായ ഇടതു പാർട്ടികൾക്ക് രാഷ്ട്രീയമായി അംഗീകരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്ന വ്യക്തമായ കാരണം അതിനുണ്ട്. സാമ്പത്തിക ഉദാരീകരണ പ്രക്രിയയ്ക്ക് നരസിംഹറാവു തുടക്കമിട്ടത് മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയായി തെരഞ്ഞെടുത്തുകൊണ്ടാണ്. സാമ്പത്തിക രംഗത്ത് വൻ വഴിത്തിരിവ് സൃഷ്ടിച്ച് മൻമോഹൻ പരിഷ്കരണം മുന്നോട്ട് നീക്കിയപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി രംഗത്ത് വന്നത് ഇടതു പാർട്ടികളാണ്. എന്നാൽ ആ പ്രതിഷേധങ്ങളൊക്കെയും വകഞ്ഞുമാറ്റി പരിഷ്കരണത്തിന്റെ വഴിയിൽ ഇന്ത്യ മുന്നോട്ട് നീങ്ങി. സ്വയം സംരക്ഷണത്തിന്റെ വഴിയിലേക്ക് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തിരിച്ചു പോകുമ്പോഴും ഇന്ത്യയിൽ അത് അന്നത്തേക്കാൾ ശക്തമായി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങളുടെ നിർബന്ധിതാവസ്ഥകൾക്കിടയിൽ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ ഇടതുപക്ഷവും സന്നദ്ധമായി. മൻമോഹൻ സിംഗിനോടും കോൺഗ്രസിനോടുമുള്ള ആ സന്ധി ചെയ്യൽ 4 വർഷത്തിന് ശേഷം ആണവ കരാറുമായി UPA സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ഇടതുപക്ഷത്തിനെ അവസാനിപ്പിക്കേണ്ടി വന്നു.